ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വെരാന്ത റേസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പ്രീവിയസ് സെഷൻ ഫോക്ക് ഡാൻസിൻ്റെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു, ക്ലാസിക്കൽ ഡാൻസിന് ശേഷം ഫോക്ക് ഡാൻസിൻ്റെത്. അപ്പോൾ ഇതിന് മുമ്പ് വീഡിയോ കാണാത്തവരും മസ്റ്റായിട്ടും അതുപോയി കാണാം, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോക്ക് ഡാൻസസ് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് വൈസ് ആയിട്ടാണ് പഠിച്ചു വരുന്നത്. അതും പാർട്ട് 1 കഴിഞ്ഞായിരുന്നു. ഫസ്റ്റ് 5 സ്റ്റേറ്റ്സിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ബീഹാർ വരെയുള്ളത് മുമ്പ് നോക്കി തീർന്നായിരുന്നു. അതിൻ്റെ പാർട്ട് 2 ആയിരിക്കും നമ്മളിന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത സംസ്ഥാനം ഗോവ. നോക്കിക്കേ, ഗോവയുടെ മെയിൻ ആയിട്ടുള്ള ഫോക്ക് ഡാൻസസ് നമ്മൾ തന്നിട്ടുണ്ട്. ദുൽപോട്, കുൻബി ഗീത് മാർക്ക് ചെയ്തോണേ, ബൈ ട്രൈബ്സ് ഓഫ് കുൻബി ആണ്. ആൻഡ് ഫുഗ്ഡി, മുസോൾ, ധാലോ, ആമോൺ, ഷിക്മോ, തരംഗമേൽ, ഗോഫ്, മുസാൽ ഖേൽ, ദങ്കർ ആൻഡ് ദശാവതാര, ദിവ്യൻ നാച്ച്, മൊറൂലോ ആൻഡ് 2 ഉണ്ട് ലാസ്റ്റ് ലൈനിൽ, തൊനയാമേൽ ആൻഡ് ദേഖ്നി. അപ്പോൾ 12-16ഓളം ഇതിലധികമുണ്ട് ഗോവയ്ക്കെങ്കിലും മെയിനായിട്ടുള്ള ഫോക്ക് ഡാൻസസ് ലിസ്റ്റ് ചെയ്തപ്പെട്ടേക്കുന്നത് ഇത്രയാണ്. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ള നോക്കി ഏതൊക്കെയാണ്? ദി ധാലോ ഫോക്ക് ഡാൻസ് ഓഫ് ഗോവ ഈസ് പെർഫോംഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് റൂറൽ വിമൻ ഓൺ സ്പെഷ്യൽ ഒക്കേഷൻസ് ആൻഡ് ഫെസ്റ്റിവൽസ്. അതായത് നമ്മൾ പറഞ്ഞായിരുന്നു ഫോക്ക് ഡാൻസസ്, മിക്ക ഫോക്ക് ഡാൻസസും നമ്മൾ ഇതിന് മുമ്പ് പഠിച്ച ബീഹാറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ അവരുടെ ഫോക്ക് ഡാൻസസിൽ പെയിൻസ് ഓഫ് സെപ്പറേഷൻ എപ്പോഴും ഒരു തീമായിട്ട് ഇങ്ങനെ എടുത്ത് നിൽക്കുന്നതായിരിക്കും. പക്ഷേ ഗോവയിലോട്ട് വരാൻ നേരം ബാക്കിയുള്ള ഓർഡിനറി തീംസ് ആയിരിക്കും വരുന്നത്. എസ്പെഷ്യലി പോസിറ്റീവായിട്ടുള്ള ഫെസ്റ്റിവൽസിലും ഒക്കേഷൻസിലും ഒക്കെ ആയിരിക്കും അത് മെയിൻലി പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ധാലോ ഫോക്ക് ഡാൻസ് നോക്കിക്കേ, മെയിൻലി പെർഫോംഡ് ബൈ റൂറൽ വിമൻ. മെന്നിന് അതിന് ഇമ്പോർട്ടൻസ് കാണില്ല, ബട്ട് റൂറൽ വിമൻ ആയിരിക്കും, അതും അർബൻ ഏരിയസിലായിരിക്കില്ല, റൂറൽ വിമൻ ആയിരിക്കും അത് പെർഫോം ചെയ്യുന്നത്. ഇനി നോക്കിക്കേ, ദി കുൻബി ഗീത് അടുത്ത ഡാൻസ് ഫോമാണ് മെയിനായിട്ടുള്ളത്. ദി കുൻബി ഗീത് ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഫോക്ക് ഡാൻസസ് ആൻഡ് വാസ് നെയിംഡ് ആഫ്റ്റർ ദി ട്രൈബൽ ഗ്രൂപ്പ് കുൻബീസ്. അതായത് ഓരോ ക്ലാസിക് അല്ലെങ്കിൽ ഓരോ ഫോക്ക് ഡാൻസിനോടൊപ്പം അതിൻ്റേതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ട്രൈബ്സും കാണുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ കുൻബി ഗീതിൽ പേര് തന്നെ ഉണ്ട്, കുൻബീസ് എന്ന് പറയുന്ന ആൻഷ്യൻ ട്രൈബ്സിൻ്റെ പെർഫോമൻസ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഓൾഡസ്റ്റ് ഫോക്ക് ഡാൻസ്, വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ഫോക്ക് ഡാൻസസ് ഓഫ് ഗോവ എന്ന് അറിയപ്പെടുന്നത്. ഇനി നോക്കി, only the women dancers of Goa perform the Dekhni dance, and this dance is accompanied by സോങ്സ്. നമ്മൾ കുറച്ച് മുമ്പത്തെ സ്ലൈഡിനകത്ത് മുമ്പത്തെ സെഷനകത്ത് പറഞ്ഞായിരുന്നു, അതായത് സോങ്സിന് അക്കമ്പനി ചെയ്യുന്ന ഫോക്ക് ഡാൻസസ് കാണും, സോങ്സുമായിട്ട് അക്കമ്പനി ചെയ്യാത്ത, അതായത് പാട്ടിൻ്റെ അകമ്പടിയോട് കളിക്കാത്തതുമായിട്ടുള്ള ഡാൻസസ് കാണും. പക്ഷേ ഈ കേസിൽ ദേഖിനി ഡാൻസിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സോങ് പ്ലേ ചെയ്യുന്ന, അതായത് ഒരു പാട്ടിൻ്റെ തനതായ ഏതെങ്കിലും ഒരു നേറ്റീവ്, ഇപ്പം കേരളത്തിൻ്റെ കേസ് നോക്കുവാണെങ്കിൽ സോപാന സംഗീതത്തിൻ്റെ അകമ്പടിയോടുകൂടി കഥകളി ആടുന്നത് പോലെ അതാത് നേറ്റീവ് പ്ലേസസിന് അതായത് അതിൻ്റേതായ വേർഷൻസ് ഓഫ് മ്യൂസിക്സ് ആണ്. അപ്പോൾ അതിൻ്റെ അകമ്പടിയോടുകൂടിയായിരിക്കും ഈ കേസിൽ ഗോവയുടെ ദേഖ്നി ഡാൻസ് ബൈ വിമൻ, പെർഫോംഡ് ബൈ വിമൻ. ഓക്കെ, ഇനി മുസാൽ ഖേയ് ഈസ് എ സോങ് കം ഡാൻസ് ദാറ്റ് ഈസ് ഡൺ ഇൻ പ്രേസ് ഓഫ് ബ്രേവ് ഹിന്ദു കിങ്സ്. അതായത് ഓരോ ഡാൻസിൻ്റെയും തീം, അതായത് ഇങ്ങനെ ഇൻ പ്രേസ് ഓഫ് ബ്രേവ് ഹിന്ദു കിങ്സ് എന്ന് പറയാൻ നേരം ഓരോ ഡാൻസിൻ്റെയും തീമാണ് നമ്മൾ ഇതുവഴി ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. അതായത് മുസായ് ഖേൽ എന്ന് പറയുന്ന ഡാൻസിൻ്റെ ഇതിന് മുമ്പുള്ളതിൻ്റെ ഡാൻസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസിൽ, അതായത് സെലിബ്രേഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡാൻസ് ആണെങ്കിൽ ഈ ഡാൻസ് ഫോം ഫോക്ക് ഡാൻസ് മെയിൻലി ഒരു തീമിനെ കാണിക്കാനായിട്ട് അല്ലെങ്കിൽ ഇംപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കളിക്കുന്നതായിരിക്കും. അതായത് മുസായ് ഖേൽ പ്രേസ് ഓഫ് നമ്മുടെ ആൻഷ്യൻ്റ് ടൈംസിലുണ്ടായിരുന്ന ഹിന്ദു കിങ്സിൻ്റെ ബ്രേവറിയെ പുകഴ്ത്തുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കും, അല്ല അതിനെ കാണിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കും മുസായ് ഖായ് എന്ന് ഉദ്ദേശിക്കുന്ന എന്നുള്ള ഡാൻസ് കൊണ്ട് ഗോവയുടെ തനതായ കലാരൂപം ഉദ്ദേശിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് നോക്കിക്കേ, ദി ഫുഗ്ഡി ഡാൻസ് ഈസ് പെർഫോംഡ് ബൈ വിമൻ. അതായത് ഇത്രയും കേസ് നോക്കി വന്നതെല്ലാം വിമനാണ്. മെന്നിൻ്റെ കേസ്, അതായത് ഈ പറഞ്ഞ മെയിൻ ഡാൻസ് ഫോംസ് എല്ലാം മെയിൻലി പെർഫോംഡ് ബൈ വിമൻ ആണ്, അല്ലെങ്കിൽ വിമൻ്റെ പ്രാതിനിധ്യമുള്ള ഡാൻസ് ഫോംസ് ആണ്. അതിൽ ഇതിന് മുമ്പ് പഠിച്ച ബീഹാറിൽ മാത്രം ഒരൊറ്റ മെയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നൊരു ഡാൻസ് ഫോം നമ്മൾ പഠിച്ചായിരുന്നു. അതുകൊണ്ട് ഫോക്ക് ഡാൻസസിൽ മെന്നിന് പാർട്ടിസിപ്പേഷൻ ഉള്ളത് ഞാൻ അടുത്ത സെഷനിൽ പറയാൻ നേരം അത് പ്രത്യേകിച്ച് നോട്ട് ചെയ്തോണം. ഓക്കെ, അപ്പോൾ ദി ഫുഗ്ഡി ഡാൻസ് ഈസ് പെർഫോംഡ് ബൈ വിമൻ ഇൻ മറാത്തി ആൻഡ് കൊങ്കണി സോങ്സ്. അതായത് ഏതെങ്കിലും ഒരു ഈ കേസിൽ ഫുഗ്ഡി ഡാൻസിൽ പാട്ടിന് അതായത് അക്കമ്പനി ചെയ്യുന്ന സോങ് എന്ന് പറയുന്നത് മറാത്തി ആൻഡ് കൊങ്കണി സോങ്സ് ആയിരിക്കും. ഏത് ഡാൻസിന്? ഫുഗ്ഡി ഡാൻസിന്. ആൻഡ് എ സർക്കുലർ പാറ്റേൺ ഈസ് ഫോളോഡ് ഇൻ ദ ഫുഗ്ഡി ഡാൻസ്. നമ്മുടെ തിരുവാതിരയുടെ കാര്യം പറഞ്ഞ പോലെ ഫുഗ്ഡി ഡാൻസിനും ഒരു സർക്കുലർ പാറ്റേൺ ആയിരിക്കും, അതിൻ്റെ ഓറിയൻറ്റേഷൻ അങ്ങനെ ആയിരിക്കും. ഓക്കെ, ഇപ്പം നെക്സ്റ്റ് സ്റ്റേറ്റ് നോക്കിക്കേ, കമ്പാരിറ്റീവ്ലി കൂടുതൽ വരേണ്ടതുമെങ്കിൽ മെയിനായിട്ടുള്ള ഡാൻസ് ഫോംസ്, കാരണം നോർത്തിലോട്ട് പോകുന്നതനുസരിച്ച് കുറേ ഫോക്ക് ഡാൻസ് ഒക്കെ അങ്ങും ഇങ്ങോട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഗുജറാത്തിന് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഏതൊക്കെയാണെന്ന് നോക്കി, ഗാർബ ഡാൻസ്, ടിപ്പണി ജുറിയോൺ, ദണ്ഡിയ റാസ്, ഭവായ് ആൻഡ് പാദർ ഡാൻസ്. അപ്പോൾ പാദർ ഡാൻസും ദണ്ഡിയ റാസും മെയിൻലി നോട്ട് ചെയ്ത് വെക്കണേ.
നമ്മൾ അടുത്ത സെഷനിൽ നോക്കുന്നതായിരിക്കും. അപ്പോൾ നോക്കി, ദ മോസ്റ്റ് പോപ്പുലർ ഫോക്ക് ഡാൻസ് ഓഫ് ഗുജറാത്ത് ഈസ് ദണ്ഡിയ റാസ്, ഇൻ വിച്ച് മെൻ ആൻഡ് വിമൻ സ്റ്റേജ് മോക്ക് ഫൈറ്റ്സ് ബിറ്റ്വീൻ ദ ഗോഡസ് ദുർഗ ആൻഡ് ദ ഡീമൻ കിങ് മഹിഷാസുര. നമ്മൾ പണ്ട് പുരാണങ്ങളിൽ പഠിച്ചിട്ടുണ്ട് ദുർഗയും മഹിഷാസുരനും. അപ്പം ആ ഒരു തീമായിരിക്കും, അതായത് മോക്ക് ഫൈറ്റ്സ് ആയിരിക്കും തൻ്റെ ഫോട്ടോയിൽ കാണുന്നത്. മെയിൻലി ഗുജറാത്തിൻ്റെ മോസ്റ്റ് പോപ്പുലർ ഡാൻസ് ആയിട്ടുള്ള ദണ്ഡിയ റാസാണ്. ഇത് മിക്ക സിനിമകളിലും ഇടയ്ക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് കളിക്കാറുണ്ട്. അപ്പോൾ അത്രയ്ക്കും പോപ്പുലർ ആയിട്ടൊരു ഡാൻസാണ് ഗുജറാത്തിൻ്റെ ദണ്ഡിയ റാസ്. അതിൻ്റെ മെയിൻ തീം എന്തായിരിക്കും? അതായത് ദുർഗ മഹിഷാസുരനെ കൊല്ലുന്ന ഒരു മെയിൻ തീമായിരിക്കും ഡാൻസിലൂടെ നമ്മളെ കൺവേ ചെയ്യുന്നത്. അതും ഇവിടെ പോയിന്റ് നോട്ട് ചെയ്തേക്കണം, മെൻ ആൻഡ് വിമൻ രണ്ടുപേർക്കും പ്രാതിനിധ്യം ഉള്ള ഡാൻസ് ഫോമാണ്. ഏത് ഡാൻസാണ്? ദണ്ഡിയ റാസ്. ഓക്കെ, ഇപ്പം നോക്കിയാൽ നെക്സ്റ്റ് ഡാൻസ് ഗാർബ ഡാൻസ് ഈസ് പെർഫോം ബൈ ബോത്ത് മെൻ. അപ്പോൾ ഗുജറാത്തിൻ്റെ കേസിലോട്ട് വരാൻ നേരം ഇതിന് തൊട്ട് മുമ്പ് ഗോവയുടെ നോക്കിയപ്പോൾ മെയിൻലി പെർഫോം ബൈ വിമൻ ആയിരുന്നു, അതായത് സ്ത്രീക്കായിരുന്നു കുറച്ചുകൂടെ പ്രാതിനിധ്യം. പക്ഷേ ഈ കേസിൽ ബോത്ത് മെൻ ആൻഡ് വിമൻ വരുന്ന അതായത് മിക്സഡ് ഡാൻസസ് ആയിരിക്കും കൂടുതലും. അപ്പം ഗാർബ ഡാൻസ് നോക്കിക്കേ, ദണ്ഡിയ റാസിനെ പോലെ തന്നെ ഗാർബ ഡാൻസും ഈസ് ഓൾസോ പെർഫോംഡ് ബൈ ബോത്ത് മെൻ ആൻഡ് വിമൻ, മോസ്റ്റ്ലി പെർഫോം ഡ്യൂറിങ് ഏത് ഫെസ്റ്റിവൽ, അതായത് ഏത് ഒക്കേഷനിലാണ് ഗാർബ ഡാൻസ് കൊണ്ടാടുന്നത്? നവരാത്രി ഫെസ്റ്റിവലിൻ്റെ സമയത്തായിരിക്കും ഗാർബ ഡാൻസ് മെയിൻലി പെർഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ദണ്ഡിയ റാസിനെ നോട്ട് ചെയ്യുമ്പോൾ മെയിനായിട്ടും പറയുന്നത് ബോത്ത് മെൻ ആൻഡ് വിമൻ, ആൻഡ് ഓൾസോ അതിൻ്റെ തീം എന്ന് പറയുന്നത് ഗോഡസ് ദുർഗ കില്ലിംഗ് ദ ഡീമൺ കിങ് മഹിഷാസുര. അപ്പോൾ ഗാർബ ഡാൻസ് വരാൻ നേരം അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് നവരാത്രി ഫെസ്റ്റിവലിൽ ബൈ ബോത്ത് മെൻ ആൻഡ് വിമൻ കൊണ്ടാടുന്ന ഡാൻസ് ആയിരിക്കും. ഇനി നോക്കിയാൽ ടിപ്പണി ജുറിയൂൺ ഈസ് എ പ്രോമിനൻറ്റ് ഫോക്ക് ഡാൻസ് ഇൻ ദ ചോർവാഡ് ഡിസ്ട്രിക്റ്റ് ഓഫ് ഗുജറാത്ത് ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദി വിഗറസ് ഡാൻസ് ഫോംസ് ഇൻ ദ സ്റ്റേറ്റ്സ്. അതായത് കുറച്ചുകൂടെ മൂവ്മെൻറ്റ് വേണ്ടി വരുന്ന ഡാൻസാണ് ടിപ്പണി ജുറിയൂൺ എന്ന് പറയുന്നത്. അതായത് ബാക്കിയുള്ള ഇപ്പം നമ്മൾ പണ്ട് ക്ലാസിക്കൽ ഡാൻസിൻ്റെ സെഷൻ പഠിച്ചായിരുന്നപ്പോൾ പറഞ്ഞായിരുന്നു അല്ലേ, മോഹിനിയാട്ടം എന്ന് പറയുന്നത് ഭരതനാട്യത്തിൻ്റെ അത്രയും ലെങ്ത്തിൽ മൂവ്മെൻ്റ് ഉള്ളതല്ല, കുറച്ചുകൂടി റിസ്ട്രെയിൻഡ് ആയിട്ട് ആടുന്നൊരു നൃത്തരൂപമാണ്. എന്ന് പറയുന്ന പോലെ ഫോക്ക് ഡാൻസസ് പൊതുവേ വിഗറസ് ആയിട്ട് ആടുന്നതാണ്, എസ്പെഷ്യലി പാറ്റേൺസ് അനുസരിച്ച്. പക്ഷേ ടിപ്പണി ജുറിയൂൺ ഇതിൻ്റെ മറ്റ് കൗണ്ടർ പാർട്സിനെ അപേക്ഷിച്ച് ഗുജറാത്തിലെ മറ്റ് ഡാൻസ് ഫോമിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ വിഗറസ് ആയിരിക്കും, അതായത് അതിന് മൂവ്മെൻറ്റ്സ് കുറച്ചുകൂടെ കാണും. അതുകൊണ്ട് തന്നെ ഇത് ചോർവാഡ് ഡിസ്ട്രിക്റ്റ് ഓഫ് ഗുജറാത്തിൽ ആയിരുന്നു ആണ് കൂടുതൽ ഫേമസ് ആയിട്ട് പോർട്രേ ചെയ്യപ്പെട്ടിരുന്നത്. ഇനി നോക്കി, ഇത് നെക്സ്റ്റ് ഡാൻസ് ഫോം പദാർ ഡാൻസ് ആൻഡ് ഇറ്റ് ഈസ് പെർഫോംഡ് ബൈ ദി മെമ്പേഴ്സ് ഓഫ് പദാർ കമ്മ്യൂണിറ്റി. നമുക്ക് പേര് തന്നെ ഉണ്ട്, ഓരോ കമ്മ്യൂണിറ്റിയും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഡാൻസും പഠിക്കാൻ നേരം ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡാൻസ് ഫോമും വലിയ ബുദ്ധിമുട്ട് കാണില്ല. പദാർ ഡാൻസ് പെർഫോംഡ് ബൈ പദാർ കമ്മ്യൂണിറ്റി ഓഫ് ഗുജറാത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വേദാന്ത റൈസിൻ്റെ കോച്ചിങ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം പഠിച്ച ബേസിക് നോളജ് നമുക്ക് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു വർക്കൗട്ട് മെറ്റീരിയൽ തരും, പ്രൊവൈഡഡ് വിത്ത് എ മെൻറ്റർ സപ്പോർട്ട്. അപ്പോൾ മെൻറ്ററിൻ്റെ ഹെൽപ്പോടുകൂടി നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള എല്ലാം ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് എക്സ്ട്രീം സർക്കിൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു അറിവിന് ശേഷം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് പ്രിപ്പറേഷൻ ഒന്ന് ബൂസ്റ്റ് ചെയ്യാന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്ട്രീം സർക്കിൾ മെറ്റീരിയലും ഒപ്പം നിങ്ങൾക്ക് മെൻറ്റർ സപ്പോർട്ടും കാണും. ആൻഡ് ദി നെക്സ്റ്റ് സെഷൻ ഈ സൂപ്പർ ബാച്ച്. ഓരോ എക്സാമിന് മുന്നോടിയായിട്ടൊരു 10-30 ദിവസം മുമ്പ് ഇപ്പോൾ CGL ഓറിയൻറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. CGL ടയർ 2ൻ്റെ മെറ്റീരിയൽ ആയിരിക്കും, CHSലാണ് അതിൻ്റെ മെറ്റീരിയൽ ആയിരിക്കും. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ എക്സാമിലെ പെർട്ടിക്കുലർ ഫേസ് ഓഫ് എക്സാമിനേഷനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും സൂപ്പർ ബാച്ച്. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കൗട്ട് മെറ്റീരിയൽ തരുന്നതായിരിക്കും. നിങ്ങളുടെ വർക്കൗട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫെക്റ്റ് സൈസിൽ എത്തിക്കാൻ പറ്റുന്നതാണ്. അവിടെയും മെൻറ്റർ സപ്പോർട്ട് കാണും. നെക്സ്റ്റ് കേസ് ഈസ് റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം, RIP എന്ന് പറയും. അതായത് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് നമ്മുടെ പ്രിപ്പറേഷൻ പീക്ക് ലെവലിൽ എത്തിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു വർക്കൗട്ട് സെഷനാണ്. ആൻഡ് ഫൈനലി കംസ് ദ മോക്ക് ഇൻ്റർവ്യൂ, എസ്പെഷ്യലി ഫോർ ബാങ്ക് എക്സാംസ്. പിന്നെ GD ഉണ്ടെങ്കിൽ അതിനും നിങ്ങളെ മോക്ക് ഇൻ്റർവ്യൂ സെഷൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ 2 ടൈപ്സ് ഓഫ് അഡ്മിഷൻസ് ആണ് നമുക്കുള്ളത്, ഓഫ്ലൈനും ഓൺലൈനും. അപ്പം ഈ തന്നേക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഏതാണോ പ്രിഫറബിൾ ആയിട്ടുള്ളത്, ഓഫ്ലൈൻ ആണെങ്കിൽ അങ്ങനെ, ഓൺലൈൻ ആണെങ്കിൽ അങ്ങനെ, അതിനനുസരിച്ച് നിങ്ങൾ ജോയിൻ ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഇനി നോക്കിയ അടുത്ത സംസ്ഥാനം ഹരിയാന. അപ്പോൾ ഹരിയാനയ്ക്കും ഇതുപോലെ വൈവിധ്യം നിറഞ്ഞ കുറേയധികം ഡാൻസ് ഫോംസ് ഉണ്ട്. എസ്പെഷ്യലി ഹരിയാനയും പഞ്ചാബും വരാൻ നേരം അവർക്ക് ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച്, നമ്മൾ പഞ്ചാബിൻ്റെ നോക്കാൻ നേരം പഠിക്കും, ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡാൻസ് ഫോംസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സെക്ഷൻസ് പഠിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. എക്സെപ്ഷണൽ കേസ് പേര് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ നമുക്ക് പരിചയമുള്ളത് കാണും. അപ്പോൾ ഇതിൽ തന്നെ നോക്കിയേ, ഖോറിയ, രാസലീല, നമ്മൾ മറ്റേ ക്ലാസിക്കൽ ഡാൻസ് ഫോം പറയാൻ നേരം ലാസ്ലീല, സങ്കീർത്തന, താങ്ത എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലേ, മണിപ്പൂരിയുടെ 3 സ്റ്റൈൽസ് പറഞ്ഞായിരുന്നു. അപ്പോൾ രാസ്ലീല എന്ന് പറയുന്നത്
ഒരു തീമിൻ്റെ തന്നെ പേരാണ് ഒരു ഡാൻസിനും. അതായത് രാസ്ലീല എന്ന് പറയുന്നത് ബേസിക്കലി രാധാകൃഷ്ണൻ എലോങ് വിത്ത് ഗോപീസ് അവരുടെ ആ ഒരു ടൈമിലെ ഒരു എറയിലെ ഒരു തീമായിരിക്കും ഈ ഡാൻസ് വഴി ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ രാസ്ലീല എന്ന് പറയുന്നൊരു ട്രഡീഷനാണ്, അത് തന്നെയാണ് ഈ ഡാൻസ് ഫോമിൻ്റെ പേര്. അതിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട് നോർത്ത് ഇന്ത്യയിൽ. ഇപ്പോൾ കോറിയ, രാസ്ലീല, സാങ്, ഝുമാർ, ചാത്തി, ധമാൽ നോട്ട് ചെയ്തോണേ. ജുഗ്ഗ, ഗാഗോർ, ലൂർ, കൊറിയ, തീച്ച് ഡാൻസ്, ഭാഗ് ഡാൻസ് ആൻഡ് ഡാഫ് ഡാൻസ്. അപ്പം ഡാഫും ഫാഗും ധമാലും രാസ്ലീല മെയിൻലി ചോദിച്ചിട്ടുള്ളതാണ്, അത് നോട്ട് ചെയ്തു. അപ്പോൾ ഈ ഡാൻസ് ഫോംസിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതൊക്കെയാണെന്ന് നോക്കി പോവാം. അതിൽ നോക്കിയാൽ ഡ്യൂറിങ് ദി മന്ത്സ് ഓഫ് ഫെബ്രുവരി, അതായത് ഇനിയും വരാൻ പോകുന്ന സീസൺ എന്ന് പറയുന്നത് ഈ ഡാൻസ് ഫോംസിൻ്റെ ഏത് ഡാൻസ് ഫോമിൻ്റെ ഭാഗ് ഡാൻസിൻ്റെ സീസൺ ആയിരിക്കും. അതായത് ഇപ്പം ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി ആവാറായല്ലേ. അപ്പോൾ ഡ്യൂറിങ് ദി മന്ത്സ് ഓഫ് ഫെബ്രുവരി ആൻഡ് മാർച്ച് ഭാഗ് ഡാൻസ് ഈസ് പെർഫോംഡ് ടു സെലിബ്രേറ്റ് ദി ഹാർവസ്റ്റ് ഓഫ് ഫാമേഴ്സ്. അതായത് ഹാർവസ്റ്റ് സീസണിൽ എസ്പെഷ്യലി ഹാർവസ്റ്റ് ഓഫ് ഫാമേഴ്സിൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട്, അതായത് അവിടുത്തെ ഒക്കേഷൻ എന്താണ്, ഹാർവസ്റ്റ് പീരീഡിൽ കൊണ്ടാടുന്ന നൃത്തരൂപമാണ് ഏത്, ഭാഗ് ഡാൻസ്. ഡ്യൂറിങ് ദി മന്ത്സ് ഓഫ് ഫെബ്രുവരി ആൻഡ് മാർച്ച്. അപ്പം എസ്പെഷ്യലി ഇപ്പോൾ IBയുടെ ACAയുടെ എക്സാം വരുന്നുണ്ട്. അപ്പോൾ ഫോക്ക് ഡാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു സീസണലായിട്ടുള്ള സ്ട്രാറ്റജിക്ക് നിങ്ങൾ നോക്കിപ്പോക്കണം. എസ്പെഷ്യലി ഫെബ്രുവരിയിലായിരിക്കും നിങ്ങളുടെ ഇനിയും വരാം, അല്ലെങ്കിൽ മാർച്ചിലായിരിക്കും ഇനിയും വരാമെന്ന് CSIRൻ്റെ എക്സാമും. അതോടൊപ്പം തന്നെ ഈ ജനുവരി 17 നിങ്ങൾക്ക് നമുക്കെല്ലാവർക്കും IBയുടെ ACA പരീക്ഷയുണ്ട്. അപ്പോൾ അതിന് മെയിൻലി സീസണലായിട്ടുള്ള ഇപ്പോൾ ഫെബ്രുവരി മാർച്ചിൽ കൊണ്ടാടുന്ന നൃത്തരൂപമാണ് ഫോക്ക് ഡാൻസ്. അപ്പോൾ അത് നോട്ട് ചെയ്യാതെ പോകരുത്, മസ്റ്റായിട്ട് നോട്ട് ചെയ്തണം. സീസണൽ സ്ട്രാറ്റജിക്ക് ഏത് എക്സാമിന് പോകുന്നതിന് മുമ്പോഴും നിങ്ങൾ നോട്ട് ചെയ്തിട്ട് പൊക്കോണം. ഓക്കെ, നെക്സ്റ്റ് കോറിയ ഡാൻസ് ആണ്. കോറിയ ഡാൻസ് ഈസ് ഓൾസോ പെർഫോംഡ് എക്സ്ക്ലൂസീവ്ലി ടു വിമൻ. അതായത് ഈ കേസിലും വലിയ വ്യത്യാസമില്ല. വിമൻ, അതായത് ഡാൻസ് പെർഫോംഡ് ബൈ വിമൻ ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഫേമസ് ഇൻ സെൻട്രൽ ഹരിയാന. നമ്മൾ നേരത്തെ മറ്റേ കൃഷ്ണ ഡിസ്ട്രിക്റ്റിൻ്റെ കാര്യം പറഞ്ഞല്ലേ, എന്ന് പറയുന്ന പോലെ ആ ഒരു ഡിസ്ട്രിക്റ്റിൽ ഒരു പെർട്ടിക്കുലർ നേറ്റീവ് പ്ലേസിലായിരിക്കും കോറിയ ഡാൻസ് കൂടുതലും ഫേമസ് ആയിട്ടുള്ളത്. ആൻഡ് ഓൾസോ എക്സ്ക്ലൂസീവ്ലി പെർഫോംഡ് ബൈ വിമൻ. സ്ത്രീകളായിരിക്കും ഇതിലും മുൻപന്തിയിൽ നിൽക്കുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ, ലൂർ ഡാൻസ് ഈസ് വെരി പോപ്പുലർ ഇൻ ദ ബങ്കർ ആൻഡ് ബഗർ റീജിയൻസ്. ഈ രണ്ട് റീജിയൻസിലും ആയിരിക്കും. മുമ്പ് നമ്മൾ നേരത്തെ കേസ് നോക്കിക്കേ, ഏതാ, സെൻട്രൽ ഹരിയാനയിൽ കോറിയ ഡാൻസ് ഫേമസ് ആയതുപോലെ തന്നെയാണ് ലൂർ ഡാൻസ് ബങ്കർ ആൻഡ് ബഗർ റീജിയൻസിൽ ഫേമസ് ആയിട്ടുള്ളത്. വളരെ പോപ്പുലറാണ്. ആൻഡ് ഇറ്റ് ഈസ് പെർഫോംഡ് ബൈ ദ ഗേൾസ് ഡ്യൂറിങ് ദ ഹോളി ഫെസ്റ്റിവൽ. ഇപ്പോൾ നോട്ട് ചെയ്യാൻ നേരം ലൂർ ഡാൻസ് റീജിയൻസ് ആയിട്ടുള്ള ബങ്കർ ആൻഡ് ബാഗർ ആൻഡ് ആരോ ഹോളി ഫെസ്റ്റിവൽ. ഹോളി ഫെസ്റ്റിവലിൻ്റെ ടൈമിലായിരിക്കും ഇത് ഡാൻസ് കൊണ്ടാടുന്നത്. അതിന് നോക്കിക്കുക, ഈ പോയിന്റ് മെയിനായിട്ട് നോട്ട് ചെയ്തണം. രാസ്ലീല ഒരു ട്രഡീഷനാണ്. അത് മിക്ക ക്ലാസിക്കൽ ഡാൻസ് എന്നല്ല ഫോക്ക് ഡാൻസിലും പ്രതിഫലിച്ച് കാണുന്നൊരു ട്രഡീഷനാണ്. രാസ്ലീല ഡാൻസ് ഈസ് ഡെഡിക്കേറ്റഡ് ടു ലോർഡ് കൃഷ്ണ ആൻഡ് ഈസ് എൻ എക്സ്ട്രീംലി പോപ്പുലർ ഡാൻസ് ഇൻ ദ സ്റ്റേറ്റ്. ആ സ്റ്റേറ്റിൽ മാത്രമല്ല കേട്ടോ, അങ്ങോട്ട് നോർത്ത് ഇന്ത്യയിൽ ഫുള്ളും ഈ രാസ്ലീല എന്ന് പറയുന്നൊരു ട്രഡീഷനാണ്. അത് മസ്റ്റായിട്ടും നോട്ട് ചെയ്തേക്കണം. അതിൻ്റെ തീം എന്താണ്, ലോർഡ് കൃഷ്ണയുടെ, അതായത് രാധാകൃഷ്ണ ആൻഡ് ഗോപീസ് ഇവരുടെ ടൈമിലെ ആ ഒരു തീമായിരിക്കും രാസ്ലീല ട്രഡീഷൻ വഴി നമ്മളെ കൺവേ ചെയ്യുന്നത്. ഇന്ന് നോക്കിക്കുക, നെക്സ്റ്റ് സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. അപ്പോൾ ഹിമാചൽ പ്രദേശിലും ഇതുപോലെ ഡൈവേഴ്സ് ആയിട്ടുള്ള കുറേ ഡാൻസ് ഫോംസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഝാലി, ചാറി, കിന്നൗരി, നാട്ടി, മാങ്കേൻ, ജൈൻത, മഹാസു, ദാംഗി, ഝോറ, ധമൻ, രാക്ഷസ, ചപ്പേലി, ചാമ്പ, താലി ആൻഡ് ഫൈനലി സ്റ്റിക്ക് ഡാൻസ്. ഇത് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല ബാക്കിയുള്ള പേരിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, ഇപ്പോൾ നോക്കിക്കുക, ഡാംഗി ഡാൻസ് ഓഫ് ഹിമാചൽ പ്രദേശ് ഈസ് പെർഫോംഡ് പ്രിഡോമിനൻ്റ്ലി ബൈ ദ ഫീമെയിൽ ഡാൻസേഴ്സ് ഇൻ ഗോഡസ് നയനദേവി ടെമ്പിൾ ഡ്യൂറിങ് ദ ഹാർവസ്റ്റ് സീസൺ. അപ്പോൾ ഡാംഗി ഡാൻസും ഏത് സമയത്ത് കൊണ്ടാടുന്ന നൃത്തമാണ്, അതിൻ്റെ ഒക്കേഷൻ, പെർട്ടിക്കുലർ ഒക്കേഷൻ ഏതാ, ഹാർവസ്റ്റ് സീസണാണ്. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബീഹാറിൽ നോക്കിയപ്പോൾ സ്റ്റോമി സീസണിൻ്റെ എൻഡോട് കൂടി സ്പ്രിംഗ് സീസണെ വരവേക്കുന്ന രീതിയിലുള്ള ഡാൻസ് ഫോംസും പഠിച്ചായിരുന്നു. അപ്പോൾ സീസൺസ് മസ്റ്റായിട്ടും നോക്കിപ്പോക്കണം. അതായത് ഏത് ക്ലാസിക്കൽ ഡാൻസ് അല്ലെങ്കിൽ ഏത് ഫോക്ക് ഡാൻസ് ഏത് സീസണിലാണ് പ്രത്യേകിച്ചും പ്ലേ ചെയ്യുന്നത് എന്നുള്ളത് നോക്കിപ്പോക്കണം. അപ്പം ഡാംഗി ഡാൻസ് ഏത് സീസണിൻ്റെ സമയത്താണ്, ഹാർവസ്റ്റ് സീസണിൻ്റെ സമയത്ത് ആർക്ക് കൊണ്ടുള്ളതാണ്, ഗോഡസ് നയനദേവി ടെമ്പിളിന് ദേവിക്ക് അർപ്പിച്ചുകൊണ്ടുള്ള നൃത്തമായിരിക്കും അതും. അതുകൊണ്ട് തന്നെ ഈ ഡാൻസും ഇസ് എംഫസൈസ്ഡ് ഓൺ ഡിവോഷൻ, നോട്ട് ഓൺ സെൻഷ്വാലിറ്റി. ഓക്കെ, this dance is based on one of the oldest folklore of the state and consists of two themes. അതായത് രണ്ട് തീമുണ്ട്. മറ്റേ രാസ്ലീല ട്രഡീഷൻ പറഞ്ഞപ്പോൾ അതിൻ്റെ തീം ഒന്നേ ഉള്ളൂ, ലോർഡ് കൃഷ്ണൻ്റെ തീമായിരിക്കും. ബട്ട് ഈ കേസിൽ അതിന് രണ്ട് തീമുണ്ട്. ഏത് ഡാൻസിന്, ഡാംഗി ഡാൻസിന്. അതുകൊണ്ട് തന്നെ ഇത് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ഫോക്ലോർ ഓഫ് ദി സ്റ്റേറ്റ് ആയിരിക്കും. ഏത് ഡാൻസ്, ഡാംഗി ഡാൻസ്.
ഇനി നെക്സ്റ്റ് ഡാൻസ് ആണ് നാട്ടി ഡാൻസ് ആൻഡ് ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് വേരിയസ് ഫോംസ് വിച്ച് വേരി ഫ്രം റീജിയൻ ടു റീജിയൻ ഇൻ ദ സ്റ്റേറ്റ്. അതായത് ഇതിന് പല വേരിയൻസ് ഉണ്ട്. ഇപ്പോൾ സ്റ്റേറ്റിൽ തന്നെ ഇപ്പം നമ്മുടെ ഇവിടെ നിന്ന് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തോട്ട് പോയ സ്ലാങ് മാറുന്നു എന്ന് പറയുന്ന പോലെ തന്നെ നാട്യ ഡാൻസിനും അതിൻ്റേതായിട്ടുള്ള വകഭേദങ്ങളുണ്ട്, എസ്പെഷ്യലി ഒരു സ്റ്റേറ്റിൽ തന്നെ. അതേതൊക്കെയാണെന്ന് നോക്കിയേ. കിന്നൗരി നാട്ടി ഈസ് പെർഫോം. 2 നാട്യമുണ്ട്, കിന്നൗരി നാട്ടിയും കുളു നാട്ടിയും. ഇപ്പോൾ കിന്നൗരി നാട്ടി ഈസ് പെർഫോം ഡ്യൂറിങ് ദി ഓൺസെറ്റ് ഓഫ് ന്യൂ ഫെസ്റ്റിവൽസ്. പുതിയൊരു ഫെസ്റ്റിവലിനെ അകമ്പടിയോട് അല്ലെങ്കിൽ പുതിയൊരു ഫെസ്റ്റിവലിനെ അക്കമ്പനി ചെയ്യാനാണ് കിന്നൗരി നാട്ടി കൂടുതലും നമ്മൾ കണ്ടുവരുന്നത്. ആൻഡ് നെക്സ്റ്റ് കുളു നാട്ടി ഈസ് മോസ്റ്റ്ലി പെർഫോം ഡ്യൂറിങ് ദ ദുസേറ ഫെസ്റ്റിവൽ ആൻഡ് ശിവബാദർ നാട്ടി. മൂന്നാമതൊരു നാട്ടിയും കൂടെ ഉണ്ട്, ശിവബാദർ നാട്ടി. ഫസ്റ്റ് ഏതാ? കിന്നൗരി നാട്ടി ആൻഡ് കുളു നാട്ടി. ഇപ്പോൾ കിന്നൗരി നാട്ടി ന്യൂ ഫെസ്റ്റിവൽസിൻ്റെ ടൈമിലായിരിക്കും പ്ലേ ചെയ്യുന്നത്. കുളു നാട്ടി എന്ന് പറയുന്നതോ ഡ്യൂറിങ് ദ ദുസേറ ഫെസ്റ്റിവൽ. അപ്പോൾ ഫെസ്റ്റിവലിൻ്റെ പേര് നോട്ട് ചെയ്ത് വേണം. കിന്നൗരി നാട്ടി ഏതാ നാട്ടി ഡാൻസിൻ്റെ വകഭേദമാണത്, റിലേറ്റഡ് ടു ദി ദുസേറ ഫെസ്റ്റിവൽ. ആൻഡ് ശിവബാദർ നാട്ടി പേര് തന്നെ ഉണ്ട്, ശിവരാത്രിയിൽ കളിക്കുന്ന ഡാൻസ് ആയിരിക്കും ശിവബാദർ നാട്ടി. അപ്പോൾ അത് ഓർത്തിരിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഓക്കെ. ദി രാക്ഷസ പേര് തന്നെ ഉണ്ടല്ലേ, ദ ഡീമൺ ഡാൻസ് എന്നും അതിനെ അറിയപ്പെടുന്നു. രാക്ഷസ ഡാൻസ് ഓഫ് ഹിമാചൽ പ്രദേശ് ഈസ് മോർ ഓർ ലെസ് സിമിലർ ടു ദി ഭംഗ്ര ഡാൻസ് ഓഫ് പഞ്ചാബ്. നമ്മളിനി പഞ്ചാബിൻ്റെ സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള ഫോക്ക് ഡാൻസ് പഠിക്കാൻ നേരം പഠിക്കും. നമ്മൾ പറഞ്ഞായിരുന്നല്ലേ ഹരിയാനയും പഞ്ചാബും രണ്ടും അടുത്തെടുക്കുന്ന സംസ്ഥാനമാണ്. അപ്പോൾ അതിൻ്റെ കൾച്ചർ കുറച്ച് ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫോക്ക് ഡാൻസസിൽ കുറച്ച് സിമിലാരിറ്റീസ് കാണാം. അപ്പോൾ ഇവിടെ രാക്ഷസ അല്ല ഡീമൺ ഡാൻസ് എന്ന് പറയുന്ന ഹിമാചൽ പ്രദേശും ആ ഒരു നേറ്റീവ് പ്ലേസിൻ്റെ ഡാൻസ് ഫോം സിമിലർ ടു ഭംഗ്ര ഡാൻസ് ഓഫ് പഞ്ചാബ് ആയിരിക്കും. നമ്മൾ പഞ്ചാബ് നോക്കാം. ആൻഡ് പെർഫോമൻസ് ഓഫ് ദിസ് ഡാൻസ് വിയർ ഡീമൺ മാസ്ക്സ് ആൻഡ് റെപ്രസെൻറ്റ് ദി അറ്റാക്ക് ഓഫ് ഡീമൺ ഓൺ ദ ക്രോപ്സ് കൾട്ടിവേറ്റഡ്. അതായത് ഇതിനെ വളരെ നേറ്റീവായിട്ടൊരു ആശയമാണ്. ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ അവരുടെ ക്രോപ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അറ്റാക്ക് ചെയ്യുന്ന ഡീമൺസ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് അവരെ ഓടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനു വേണ്ടി പെർഫോം ചെയ്യുന്നൊരു കലാരൂപമാണ് രാക്ഷസ അല്ല ഡീമൺ ഡാൻസ് എന്ന് പറയുന്നത്. അതിൽ മാസ്ക്സ് യൂസ് ചെയ്യും. നമ്മൾ മറ്റേ ചവോ ഡാൻസ് പറഞ്ഞായിരുന്നല്ലേ, പലതരം ചവോ ഡാൻസ് ഉണ്ട്. പുരുലിയ ചാവോ, സെറേക്കേല ചാവോ ആൻഡ് മായൂർബഞ്ച് ചാവോ. അപ്പോൾ മായൂർബഞ്ച് ചാവോയിൽ മാത്രമേ ആ ഒരു പർട്ടിക്കുലർ ഡാൻസ് ഫോമിൻ്റെ 3 വേരിയൻറ്റിൽ മാസ്ക് ഉപയോഗിക്കാത്തായിട്ടുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതും നോട്ട് ചെയ്ത് പൊക്കണം. ഈ കേസിൽ ഏതാ ഡാൻസ്? രാക്ഷസ ഡാൻസിൽ മാസ്ക് യൂസ് ചെയ്യും. ഇനി നോക്കിയാൽ ജാർഖണ്ഡിനും വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഡാൻസ് ഫോംസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിയാൽ സോഹ്രായ്, മുണ്ട, ദംഗ, ജാറ്റ് ജതിൻ അല്ലെ ജാതാ ജതിൻ. ഇത് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ഇപ്പോൾ ചൗ, വിദേശിയ, കർമ്മ, സറാഹുൾ, സന്തൽ, ഹുണ്ട, പൈഗ ഡാൻസും നമ്മൾ മുമ്പ് നോക്കിയതാണ്. കാരണം ഇനിയും പറയാൻ പോകുന്ന കുറേ ഡാൻസ് ഫോംസ് ഒക്കെ മിക്കപ്പോഴും നമ്മൾ നോക്കിയതായിരിക്കും. ഇതിൻ്റെ വേരിയൻറ്റ് എസ്പെഷ്യലി സ്റ്റേറ്റ് വൈസ് നോർത്തിലോട്ട് പോകുന്നതനുസരിച്ച് വേരിയൻസ് മാത്രമേ വ്യത്യാസം കാണുള്ളൂ. അതുകൊണ്ട് കുറച്ച് പേര് സിമിലറായിട്ട് നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റും. അപ്പോൾ നോക്കിയാൽ ലാസ്റ്റ് സോഹ്രായ്, മുണ്ട ആൻഡ് ദംഗ. അപ്പോൾ പൈഗ, മുണ്ട, ജാറ്റ് ജതിൻ, പിന്നെ ഏതാ കർമ്മ ഡാൻസ്. ഇത്രയും കോമൺ ആയിട്ട് നമ്മൾ മുമ്പത്തെ സ്ലൈഡിൽ പഠിച്ചായിരുന്നു. നോക്കിയേ, ദി സന്തൽ ഡാൻസ് ഈസ് പെർഫോംഡ് ബൈ ദ മെൻ ആൻഡ് വിമൻ ഓഫ് സന്തൽ ട്രൈബ് ആൻഡ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ട്രൈബൽ ഫോക്ക് ഡാൻസസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഒരു ഫോക്ക് ഡാൻസസിനെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയണമെങ്കിൽ അത് എത്രമാത്രം എൻ്റർടൈനിങ് ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ദിസ് ഡാൻസ് ഈസ് അക്കംപനീഡ് ബൈ ഫോക്ക് മ്യൂസിക്. ആ തനതായ അതായത് നൃത്തം ചവിട്ടുന്ന ആൾക്കാരുടെ തനതായ സ്ഥലത്തിലെ ആ ഒരു നേറ്റീവ് പ്ലേസിൻ്റെ ഫോക്ക് മ്യൂസിക് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി എൻ്റർടൈനിങ് ആയിട്ടുള്ള ഈ ഫോട്ടോയിൽ കാണുന്നത് സന്തൽ ഡാൻസ് ആണ്. അത് ആക്ച്വലി നമ്മൾ സന്തൽ ഡാൻസ് എന്ന് പറഞ്ഞ് കണ്ടു കാണത്തില്ല, പണ്ട് ദൂരദർശനിലൊക്കെ എയർ ചെയ്യുന്നൊരു ഡാൻസ് ആയിരുന്നു. അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് ഋതവും കുറച്ച് അക്രോബാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും, കാണാൻ നല്ല രസമാണ്. അതുകൊണ്ടാണ് വൺ ഓഫ് ദി ബെസ്റ്റ് ട്രൈബൽ ഫോക്ക് ഡാൻസ് എന്ന് പറയുന്നത്. അതിൻ്റേതായൊരു പാറ്റേൺ കാണും. റാൻഡമായിട്ട് ഒക്കേഷനിൽ ആടുന്നതാണെങ്കിലും സന്തൽ ഡാൻസിന് അതിൻ്റേതായൊരു ഭംഗി കാണുന്നതായിരിക്കും. നോക്കിക്കേ, നെക്സ്റ്റ് ഡാൻസ് ദി ഹുണ്ട ഈസ് ഓൾസോ പെർഫോംഡ് ബൈ ദ സന്തൽ ട്രൈബ് ബട്ട് ഓൺലി മെയിൽസ് പെർഫോം ദിസ് ഡാൻസ്. അതായത് ബാക്കി ഇതുവരെ പഠിച്ച മിക്ക ഡാൻസ് ഫോമിലും നമ്മൾ എംഫസൈസ് സ്ത്രീകൾക്കായിരുന്നു. പക്ഷേ ഹുണ്ട ഡാൻസ് എന്ന് പറയുന്നത് ഏത് സന്തൽ ട്രൈബിലെ തന്നെയാണ്, പക്ഷേ പെർഫോംഡ് ബൈ മെയിൽസ് ഓൺലി, ആണുങ്ങൾക്ക് മാത്രം പ്രാതിനിധ്യമുള്ള ഡാൻസാണ്. അതുകൊണ്ട് ഇത് നോട്ട് ചെയ്തോണം. ഏത് ഡാൻസ്? ഹുണ്ട ഡാൻസ് ഓഫ് ഹിമാചൽ പ്രദേശ്, പെർഫോംഡ് ബൈ വിച്ച് മെമ്പേഴ്സ്? സന്തൽ ട്രൈബ് എന്ന് പറയുന്ന അല്ലെ ആ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരായിരിക്കും ഡാൻസ് ചെയ്യുന്നത്.
ഇനി നോക്കിയത് ചൗ ഡാൻസ് ഈസ് ഫേമസ് ഇൻ ദ ട്രൈബൽ ഏരിയാസ് ഓഫ് ജാർഖണ്ഡ് ആൻഡ് ഇൻ സം പാർട്ട് ഓഫ് ഛത്തീസ്ഗഡ് ആൻഡ് ഒഡീഷ. സ്വാഭാവികമായിട്ടും ജാർഖണ്ഡിൻ്റെ കാര്യം പറയുമ്പോൾ ഛത്തീസ്ഗഡിലും ഒഡീഷയിലും ഈ കാര്യം പറയേണ്ടതായിട്ടുണ്ട്. കാരണം അതുകൊണ്ട് തന്നെ ചൗ ഡാൻസ് ഈ 3 സംസ്ഥാനങ്ങളിലും ഫേമസ് ആണ്, ആ ഏരിയയിലെ ട്രൈബൽ ഏരിയാസിലും. ആൻഡ് ദി നെക്സ്റ്റ് പൈക ഡാൻസ് ഓഫ് ദ സ്റ്റേറ്റ് ഇൻവോൾവ്സ് എ ഹൈ ഡിഗ്രി ഓഫ് മാർഷൽ ആർട്സ് ആൻഡ് ഇസ് പെർഫോംഡ് ബൈ മെയിൽസ്. അപ്പോൾ പൈക ഡാൻസിൽ ഒരു ഹൈ ഡിഗ്രി ഓഫ് മാർഷൽ ആർട്സ് മൂവ്മെൻ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇത് പെർഫോംഡ് ബൈ മെയിൽസ് ആയിരിക്കും. അപ്പം പൈക ഡാൻസും നമ്മൾ മുമ്പ് നോക്കി ഏത് ഡാൻസ് ഫോമാണ്, ഹുണ്ട ഡാൻസും, ഹിമാചൽ പ്രദേശിൻ്റെ പൈക ഡാൻസും ഹുണ്ട ഡാൻസും ആർ മെയിൻലി പെർഫോംഡ് ബൈ മെയിൽസ്. അപ്പോൾ ആ പോയിന്റ് നോട്ട് ചെയ്തോണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ ഇവിടെ തീരുകയാണ്. നമ്മൾ മുമ്പ് പഠിച്ച സെഷൻസിൻ്റെ ഒക്കെ നോട്ട് എല്ലാവരും കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകണം. ഫസ്റ്റ് വീഡിയോസ് കാണാത്തൊരു മസ്റ്റായിട്ടും കാണണം. അപ്പോൾ അടുത്ത സെഷനുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.